കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കും. നമ്മൾക്ക് ഇന്ന് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പുതിയ പാഠം, ട്രാൻസ്ഫോർമേഷൻ ആസ് എ സോഷ്യൽ സ്റ്റഡി, മാനസാന്തരത്തിൻ്റെ ഒരു സാമൂഹ്യ പാഠം. മാനസാന്തരം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. മാനസാന്തരം മാത്രം മതിരക്ഷയിലേക്ക് നയിക്കുന്ന എന്നൊരു കാര്യം. മനസാന്തരം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിൻ്റ്, എ യു ടേൺ ആണ് ഫ്രം അവർ പാസ്റ്റ് വേൾഡ്ലി ലൈഫ് ടു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ചുള്ള പുതിയ ജീവിതത്തിനെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് പോകുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത വിഷയമാണെന്നാണ് എല്ലാവരും ഇതുവരെയും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു പാഠവുമാണ്. സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവ് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ നിൻ്റെ മൂലം ഞാൻ ഒരു ജാതിയെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ, അതുമൂലം ഒരു ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ പേഴ്സ്പെക്റ്റീവാണ്. ഇത്ര വലിയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ ലോക ചുറ്റുപാടിൽ മാനസാന്തരത്തിൻ്റെയും രക്ഷയുടെയും ഒരു സാമൂഹ്യ അവസ്ഥയെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉപോത്ബലകമായി കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം കൂടെ നമ്മൾ വിചിന്തനത്തിന് എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ അതിൻ്റെ നിയോഗവും അതിൻ്റെ നിയതമായ ചട്ടക്കൂട പദ്ധതിയിൽ നിന്നൊക്കെയും മാറി സ്വതന്ത്രമായി സ്വന്തം ഉപദേശത്തിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തിരികെ വീണ്ടും ദൈവവചനത്തിലേക്ക് വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്ന സമയത്ത് സഭയെയും സമൂഹത്തെയും സജ്ജരാക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഒരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമുക്ക് പിന്നെയും വിഷയത്തിലേക്ക് വരാം. മാനസാന്തരം വ്യക്തിഗതം ആണ് എന്ന് പറയുന്ന ഒരു തിയോളജി ആദ്യകാലം മുതലുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ചിലർ ലീനിയർ തിയോളജി അല്ലെങ്കിൽ സിമ്പിൾ തിയോളജി എന്നൊക്കെ പറയാറുണ്ട്. രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ആശ്രയിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുമാത്രം പഠിപ്പിക്കുന്ന ഒരു ലീനിയർ തിയോളജി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആവാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗാന്ധിജിയോടും അന്നത്തെ സുവിശേഷ പ്രവർത്തനത്തിലുള്ള ആളുകൾ ഈ വ്യക്തിഗതമായിട്ടുള്ള രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ മാനസാന്തരപ്പറ്റി കൂടുതൽ ഊന്നി പറഞ്ഞതുകൊണ്ടാണ്. ഗാന്ധിജിക്ക് ക്രിസ്ത്യാനിയെ കൂടുതൽ ഇഷ്ടം, ക്രിസ്തു മതത്തിനെ അങ്ങനെ പറയുകയാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സ്നേഹത്തിൽ അടിസ്ഥിതമായ ഒരു വിശ്വാസക്രമം അതിനുള്ളതായതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് സംശയം വന്നത് അയാൾ പരിചയപ്പെട്ട ക്രിസ്ത്യാനികൾക്കൊന്നും ഈ സ്നേഹത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. വ്യക്തികളെ അല്ല അദ്ദേഹം വിമർശിക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യം കീഴടക്കി വർഷങ്ങളായിട്ട് അവരെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശ്വാസത്തിലേക്ക് വരുവാൻ കഴിയാതെ പോയത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷത്തിൻ്റെ സ്പ്രെഡിന് വേണ്ടി, അതിൻ്റെ വിതരണത്തിന് വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും ചെല്ലുന്ന സാധ്യതയുള്ള ഈ സമയത്ത് അതിൻ്റെ സാധ്യതകൾ എന്തുകൊണ്ടാണ് ആളുകൾ ഉപയോഗിക്കാത്തത് എന്നുള്ളതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഗോസ്പൽ അല്ല ലീനിയർ ഗോസ്പൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സയൻസുകാർ പറയുന്ന പോലെ A+B = A² + 2AB + B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയതമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ കൂടെ അത് ലോകത്തിൽ അവതരിപ്പിക്കാൻ ഒക്കുന്ന കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യനുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ചില തിയോളജിയൻസ് പറയുന്ന കാര്യം, അമേരിക്ക, ബ്രിട്ടീഷ് ഉള്ള മിഷനറിമാർ ഇന്ത്യയെ പോലെയുള്ള സാധാരണ ലോകത്ത് വന്ന് സുവിശേഷം ഉദ്ഘോഷിപ്പിക്കാൻ അവർ പരാജയപ്പെട്ടതിനൊരു പ്രധാനപ്പെട്ട കാരണം, അവർ നമ്മുടെ കൾച്ചറിനെയോ ഹിസ്റ്ററിയോ ഒന്നും മനസ്സിലാക്കാതെ നമ്മളുടെ ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സുവിശേഷം
പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് ഇപ്പോൾ ആഫ്രിക്കയിലെ കുറേ ഇടങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നവർക്ക് നേരിടുന്ന കുറേ പ്രയാസങ്ങൾ, അവിടെയൊക്കെ ഇവിൾ സ്പിരിറ്റിനെ വർഷിപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുറേ ആളുകളോട് സുവിശേഷം പറഞ്ഞാൽ ഈ ഡിമോണിക് സ്പിരിറ്റ് അതിനെതിരായി നിൽക്കുന്ന ഒരു കാഴ്ച അവർ പറയാറുണ്ട്. പക്ഷേ ഞാനീ പറയാൻ പോകുന്ന സബ്ജക്റ്റിൽ നമ്മളൊരു സമൂഹം മൊത്തമായിട്ട് കർത്താവിലേക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴേ പല ഗ്രാമങ്ങളിലൊക്കെയും സുവിശേഷം വളരെ ഭംഗിയായിട്ട് പ്രചാരം നേടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ഗ്രാമം ഒന്നടങ്കം അതിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. ശരിക്കും കർത്താവിൻ്റെ ഇടപെടൽ അതിനകത്തിലുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. വ്യക്തികൾ രക്ഷയിലേക്ക് വരുന്നതിന് അതുപോലെ തന്നെ ഒരു ഗ്രാമം മുഴുവൻ രക്ഷയിലേക്ക് വരുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പിന്തുണയും സഹായവും ഉണ്ടെന്നുള്ളതിന് അവിതർക്കിതമായ കാര്യമാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്ന ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് ഒരു വ്യക്തി അതിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ശമരിയ സ്ത്രീയുടെ സംഭവ കഥ തന്നെയാണ്. ശമരിയ സ്ത്രീ എന്ന് മാത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഒരുപക്ഷെ ആദ്യത്തെ മിഷണറി സ്ത്രീ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആ ശമരിയ സ്ത്രീയുടെ രൂപാന്തരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പുരോഗമിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ശമരിയ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കഥ പലപ്പോഴും സുവിശേഷ പ്രഘോഷകർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഘടകം, അതായത് വ്യക്തിഗതമായ സാൽവേഷന് മുൻകൈ എടുക്കുന്ന കർത്താവാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെ മുഴുനീള ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ശമരിയ സ്ത്രീയുടെ ട്രാൻസ്ഫോർമേഷനും അതിന് ഫലമായി ഒരു ഗ്രാമം മുഴുവൻ കർത്താവിനെ ലോകരക്ഷിതാവ് അംഗീകരിക്കുന്ന ഒരു ഫലത്തിലേക്കും വന്നത്. അപ്പോൾ അതിന് ആദ്യം അവിടെ ചില ആളുകൾ പറയുന്നത്, യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പോലെ 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്ന പോലെ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്ത, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് എപ്പോഴും മുൻകൈ എടുക്കുന്ന കർത്താവ് തന്നെയാണ്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. കർത്താവ് യഹൂദിയ ദേശം വിട്ട് ശമരിയയിൽ കൂടെ പോകേണ്ടി വന്നു എന്ന് 4-ാം വാക്യത്തിൽ വരുന്നു. അത് പലരും ചർച്ചയ്ക്കെടുക്കാറുണ്ട്. പിന്നെ ആധുനിക ലിബറൽ തിയോളജിയൻസ് പലപ്പോഴും പറയുന്നത് ഇത് സ്ത്രീ വിമോചനത്തിനെ പറ്റി പറയുന്നൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ക്രിസ്ത്യൻസ് പറയുന്നത് പോലെ സ്ത്രീകൾക്ക് പട്ടത്വമോ അല്ലെങ്കിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനൊന്നും മാറ്റി നിർത്തുന്നില്ല. കർത്താവ് സ്ത്രീകളുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോകാനാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് പലപ്പോഴും ഇപ്പോൾ സെക്യുലർ തിയോളജിയൻസ്, സെക്യുലർ ഹ്യൂമനിസത്തിൻ്റെ വക്താക്കൾ അത് അങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. നമുക്കത് പ്രാധാന്യമില്ലാത്ത വിഷയമായതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെസ്യർ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാം. അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മരണം കൊണ്ട് രണ്ടു പക്ഷത്തേക്കാരെയും സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും വേർതിരിച്ചിരുന്ന നടുർച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ നമ്മൾക്കെല്ലാം പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ വംശവർഗ വ്യത്യാസമൊന്നുമില്ല കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരാനുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ സംഭവത്തെ കാണുന്നില്ല. വേറൊരു കാര്യം പറയണത്, ഇവിടെ നമുക്കറിയാം ഒരു ജാതി മുഴുവൻ അല്ലെങ്കിൽ ഒരു വില്ലേജ് മുഴുവൻ ഇതിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയെ മുഖ്യമായിട്ട് കഥാപാത്രമായിട്ട് എടുത്തുകൊണ്ട് ആ സ്ത്രീ എങ്ങനെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു വന്നു എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്തതിന് ശേഷം കർത്താവിൻ്റെ ഇടപെടലിനെ പറ്റി പറയാൻ ശ്രമിക്കാറുണ്ട്. ഞാനിവിടെ വേറൊരു പ്രത്യേക ആംഗിളിൽ കാണുമ്പോൾ നമുക്കറിയാം, ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും, ആ വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഇൻസിഡൻസിലുള്ള എല്ലാ പ്ലെയേഴ്സും, കർത്താവ് യേശു ക്രിസ്തു അടക്കമുള്ള എല്ലാ പ്ലെയേഴ്സും, അതായത് യേശു ക്രിസ്തു, ശമറിയ സ്ത്രീയെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ,
ആ ഗ്രാമത്തിലുള്ളവർ. ഇവരാണ് യഥാർത്ഥ ഈ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കഥാപാത്രങ്ങൾ. ഞാൻ കഥാപാത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരുന്നത് ഇതൊരു കഥയായിട്ട് പലരും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മേജർ ഇൻസിഡൻസിലെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഇവരാണ്. അവർക്കെല്ലാം ഈ സംഭവത്തിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, കർത്താവായ യേശുക്രിസ്തു അടക്കം എല്ലാവർക്കും ഈ ഇൻസിഡൻറ്റ് വളരെ ആശ്ചര്യകരമായ ഒരു മാർവലസ് ഇൻസിഡൻ്റായിരുന്നു. ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് മാത്രം, ശിഷ്യന്മാരെ കർത്താവിനെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ കണ്ടെത്തുമ്പോൾ കർത്താവ് സ്ത്രീയോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഒരു ആശ്ചര്യമാണ്, അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതടക്കം എല്ലാം ഈ സംഭവത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യകരമായ ഒരു അനുഭവം തന്നെയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ രഹസ്യമായി വെച്ചിരിക്കുന്ന അവളുടെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി കർത്താവ് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നു, ഒരു പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കാം എന്നാണ് ആ വില്ലേജിൽ പോയി അവൾ സാക്ഷ്യപ്പെടുത്തിയത്. ആ സാക്ഷ്യത്തിൻ്റെ പകരമായിട്ട് വില്ലേജിലുള്ളവരെല്ലാം, ഗ്രാമത്തിലുള്ളവരെല്ലാം കർത്താവിനെ വന്ന് കാണുകയും കർത്താവിനോടുകൂടെ അപേക്ഷിച്ച് 2 ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായ അതിശയമാണ് ഉണ്ടായത്, വളരെ സന്തോഷമാണ് ഉണ്ടാവും. നമുക്കറിയാം, രക്ഷയുടെ സന്തോഷം ഒരു ഗ്രാമത്തിലോ ഒരു വ്യക്തിയിലോ ഉണ്ടാവുമ്പോൾ വളരെ അതിശയകരമായ രൂപാന്തരം നടക്കുന്നു മാത്രമല്ല സന്തോഷജന്യമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റുമാണ്. ഈ വില്ലേജിലെ ഉള്ള ആളുകൾക്ക് മുമ്പേ നമ്മൾ പറയുന്ന ആ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. ആ സമ്പർക്കമില്ലാത്ത യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു റബ്ബി അവരുടെ ഗ്രാമത്തിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അതിശയകരമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആളുകളും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആശ്ചര്യകരമായ ഒരു അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ചർച്ചയുടെ പ്രധാന ഭാഗത്തിലേക്ക് വരാം. നമ്മളുടെ ചർച്ചയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ എ ട്രാൻസ്ഫോർമേഷൻ ബിക്കംസ് എ സോഷ്യൽ സ്റ്റഡി, എ സോഷ്യൽ ലെസൺ. ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു മാനസാന്തരം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഒരു പാഠമായിട്ട് വരുന്നു എന്നുള്ളതിനാണ് പറയുന്നത്. സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ പ്രൈവറ്റ് ലൈഫ് അല്ലെ സ്വകാര്യ ജീവിതത്തിന് വേണ്ടി രക്ഷ നൽകാനാണ് കർത്താവ് ഇവിടെ വന്നേ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം. പക്ഷേ അതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സഭ നേതൃത്വം പോലും അവരുടെ സ്വന്തമായ ചില പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതിലേറ്റവും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മദ്യവർജന സമിതി, അതുപോലെ തന്നെ ചില സഭയിലുള്ള ആളുകൾ എക്യുമിനിസം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. ഈ മനുഷ്യൻ്റെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ചില പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യും. പക്ഷേ കർത്താവിനെ കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കർത്താവിനെ കൂടാതെ സാമൂഹ്യമായിട്ടുള്ള ഒരു കാര്യവും നടക്കുകയില്ല. ഈ സാമൂഹ്യ ഒരു വിപ്ലവമാണ് ആ വില്ലേജിൽ നടന്നത്. സാധാരണ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന ഒരു വിപ്ലവമല്ല. രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല. ഈ സ്ഥലത്ത് കർത്താവിൻ്റെ നേതൃത്വത്തിൽ ചില പദ്ധതികൾ, അതായത് വ്യക്തിഗതമായിട്ടുള്ള സാൽവേഷൻ ഒക്കെയും കൊണ്ടുവന്നതിന് ശേഷം സാമൂഹ്യമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് കർത്താവിൻ്റെ ഈ വചനത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയാവുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ കർത്താവിനെ കണ്ടെത്തി, കർത്താവിനെ മശിഹ ആയി അംഗീകരിച്ചതിന് ശേഷം, കർത്താവിനെ ക്രിസ്തുവായി അംഗീകരിച്ചതിന് ശേഷം അവളുടെ ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരു പ്രകാരവും ഈ സ്ത്രീയെ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാര്യം അവൾ തന്നെ പറയുന്നുണ്ട്, അവൾ സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നയിച്ച ആളല്ല. നമുക്ക് ആവശ്യത്തേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ അവരെ വില്ലേജ് ഒന്നടങ്കം ഇതിനെ ആഗ്രഹിക്കുകയും ഈ സുവിശേഷത്തെയും രക്ഷയും ആഗ്രഹിക്കുകയും ചെയ്തത് കർത്താവ് അവരിൽ വന്ന് കണ്ടപ്പോൾ കർത്താവിലൂടെ ലഭ്യമായ രക്ഷയാണ്. ആ ലഭ്യമായ രക്ഷ സാമൂഹ്യ മാറ്റത്തിന് തയ്യാറായെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്,
അവർ ഓരോരോ പോളിസീസും പ്രോഗ്രാംസും ഫ്രെയിം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ഇടപാടും പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയിലൂടെ അത്തരം പരിപാടികൾ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ലോകക്കാരെ നമ്മൾക്ക് തൽക്കാലം മാറ്റി നിർത്താം. സഭാ നേതൃത്വം കൊടുക്കുന്ന ആളുകളും അവരെ വ്യക്തിപരമായിട്ട് അവരുടെ ശക്തിയിലും ബുദ്ധിയിലും അവരുടെ പിന്തുണയിലുമൊക്കെ ആശ്രയിച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ കൂടാതെ, കർത്താവിൻ്റെ ആലോചനയില്ലാതെ, കർത്താവിൻ്റെ ഡയറക്ഷൻ ഇല്ലാതെ അവരെ സ്വയ ഇച്ഛപ്രകാരം ഓരോരോ പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒത്തിരിയധികം സാമൂഹ്യ പ്രശ്നവും അതുപോലെ തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആത്മീയ ഗോളത്തിൽ, വിശ്വാസഗോളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂല്യച്യുതി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഹ്യൂമനിസം ഡെവലപ്പ് ചെയ്തു, സെക്യുലർ ഹ്യൂമനിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കർത്താവ് മനുഷ്യനെ രക്ഷിക്കാനാണ്, മനുഷ്യത്വത്തെ വീണ്ടെടുക്കാനാണ് വന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ഒരു സെക്യുലർ ഹ്യൂമനിസത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ സെക്യുലർ ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ദൈവത്തെ കൂടാതെ, കർത്താവിനെ കൂടാതെ ഈ മനുഷ്യത്വത്തിൻ്റെ പുരോഗതിയിലേക്ക് വരാൻ കഴിയും എന്ന് പറയുന്നതാണ്. പണ്ടൊക്കെ നമുക്കറിയാം, ഈ പ്ലാനിങ്ങിലൂടെ, സോവിയറ്റ് റഷ്യ അടക്കമുള്ള പ്ലാനിങ്ങിലൂടെ ദൈവത്തെ ഇല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും ഗവൺമെൻറ് പ്രവർത്തനം കൊണ്ടും പുതിയ പുരോഗതിയിലേക്ക് വരാൻ കഴിയും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം പരാജയപ്പെട്ടതും അതുതന്നെയാണ്. അതുപോലെ നമുക്കറിയാം, തിയോളജിയിൽ ഒത്തിരിയധികം മാറ്റം മറിച്ചിലുള്ള ഏറ്റവും ഒടുവിൽ വന്ന ബ്ലാക്ക് തിയോളജി, അതുപോലെ തന്നെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി സൗത്ത് അമേരിക്കയിൽ രൂപപ്പെട്ട തിയോളജി ഒക്കെ പരാജയപ്പെടാനുള്ളൊരു കാര്യം ഇവിടെയെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എക്യൂമിനിസത്തിൻ്റെ ഒരു പരാജയം. എക്യൂമിനിസം ഇപ്പോൾ പുതിയതായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് എക്യൂമിനിസം പ്ലസ് ആണ്. പണ്ട് എക്യൂമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകൾ തമ്മിലുള്ള ഐക്യമാണ്. ഇപ്പോൾ സഭകൾ തമ്മിലുള്ള ഐക്യമല്ല, കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയും മറ്റ് മരങ്ങളും മൃഗങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതിനെയാണ് അവർ എക്യുമിനിസം എന്ന് പറയുന്നത്. അത് എത്രമാത്രം നമുക്ക് അഭികാമ്യമാണെന്നുള്ളത് പലപ്പോഴും ഈ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ സംശയം മാത്രമാണ്. അപ്പോൾ എക്യുമിനിസം ആയാലും മദ്യവർജന രൂപാന്തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ആളുകളുടെ പോളിസി ആയാലും കർത്താവിനെ കൂടാതെയുള്ള രൂപാന്തരം ഒന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ നമുക്കൊരു സാമൂഹ്യ പാഠം കർത്താവിൻ്റെ മാനസാന്തരത്തിലൂടെ, കർത്താവ് തരുന്ന രക്ഷയിലൂടെ പുതിയൊരു സമൂഹത്തിന് ഒരു സാമൂഹ്യ പാഠം കൊടുക്കാൻ കഴിയുന്ന ഇതാണ്. അതായത് ശമരിയ സ്ത്രീയുടെ അനുഭവത്തിലൂടെ ഒരു ശമരിയ പട്ടണം മുഴുവൻ സുവിശേഷത്തിലേക്ക് വരികയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ ആ ഒരു മാതൃക നമ്മുടെ നിത്യജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഓരോരോ വ്യക്തികളായിട്ട് മാറിയിരിക്കാതെ നമുക്ക് സാമൂഹിക ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു രക്ഷ ഉപയോഗിക്കാൻ കഴിയും. അതിന് കർത്താവായ യേശുക്രിസ്തുവും അവിടുത്തെ പരിശുദ്ധാത്മാവും നമ്മളെ അവരെ സഹായിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.